ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അവിടെ ആ ഒരു ചടങ്ങുകളെല്ലാം പൂർത്തിയാക്കുക. നയനയ്ക്കും ആദർശിനും പരസ്പരം മാലയിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ദേവയാനി അത് എടുത്തു കൊടുക്കുന്നു. അങ്ങനെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിട്ടു. അതിനുശേഷം അവർ ആ ഒരു ദീപം വെള്ളത്തിൽ ഒഴുക്കുന്നു. അപ്പോഴേക്കും ജലജ അവളും അവനും കൂടെ ഒഴുക്കുന്നത് ആ വെള്ളത്തിൽ അങ്ങ് കെട്ടുപോയാൽ മതിയായിരുന്നു എന്നൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഈ ചടങ്ങുകളൊക്കെ നമ്മുടെ നാട്ടിലെ നടത്താത്തതുള്ളൂ. അതുപോലെ പുറത്തൊക്കെ തമിഴ്നാട്ടിലൊക്കെ ഇത് നടത്താറുണ്ട്. അങ്ങനെയൊക്കെ തിരുമേനി നേരം പറയാം. അങ്ങനെ രണ്ടുപേരുടെയെങ്കിലേക്ക് ദീപം കൊടുത്തു. അങ്ങനെ രണ്ടുപേരും കൂടി ദീപം ഒഴുക്കാനായിട്ട് പോയ സമയത്ത് നയന വേഗം വീഴാൻ തുടങ്ങി. വേഗം തന്നെ നമ്മുടെ ആദർശ താങ്ങി പിടിച്ചു. അതിനുശേഷം രണ്ടുപേരും കൂടെ ആ വെള്ളം ഒഴുക്കി. അപ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും ഇത് നടക്കുന്നില്ലല്ലോ, അതേ ഒഴുകി പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ അവർ ആ വെള്ളത്തിൽ ആ ദീപം ഒഴുക്കി വിട്ടപ്പോഴേക്കും നല്ല ഭംഗിയായിട്ട് അതങ്ങനെ ഒഴുകി അങ്ങ് പോകണം. അത് കഴിഞ്ഞപ്പോൾ അടുത്തതായി വിവാഹം നടക്കാൻ പോകുന്നവർ വരാൻ പറഞ്ഞു. അങ്ങനെ അവരെ വിളിച്ചു. അപ്പോൾ അനിയുടെ മുഖം വല്ലാതിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ കനകം അവിടെ ഇരുന്ന് ആലോചിക്കലും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. കാരണം അന്ന് നന്ദുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോയുടെ പുറകിൽ ഐ ലവ് യു എന്ന് പറഞ്ഞ് എഴുതി വെച്ചിരുന്നു. അതൊക്കെ ആലോചിച്ച് കനകം അവിടെ നിൽക്കുമ്പോൾ നിങ്ങളുടെ മാലയിടലൊക്കെ കല്യാണത്തിൻ്റെ അന്ന് മതിയെന്നും ഇന്ന് ഞാൻ പറഞ്ഞതുപോലെ പയ്യൻ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടിക്കൊടുക്കണം, അതിനുശേഷം ഈ ഒരു ജലത്തിലേക്ക് ഈ ദീപം ഒഴുക്കണം എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതല്ല അദ്ദേഹം പറഞ്ഞപ്പം ഇവരോട് മനസ്സുരുകി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ പുള്ളിക്കാരി പ്രാർത്ഥിക്കുന്നത്, അനാമിക പ്രാർത്ഥിക്കുന്നത് ഇവൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു കരടുണ്ടെങ്കിൽ ആ കരടൊക്കെ മാറ്റി തരണേന്നും പറഞ്ഞു. അനിയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റും പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മുടെ അനി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എന്ന് നയന ഇത് കണ്ടപ്പോൾ ചിന്തിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ കയ്യിൽ ചരട് കെട്ടി കൊടുത്തു. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി വെള്ളത്തിൽ ഈ ദീപം ഒഴുക്കാൻ പോയപ്പോഴേക്കും രണ്ടുപേരുടെയും കൈ തട്ടിയ വെള്ളത്തിലേക്ക് തിരിയും ഇതെല്ലാം കൂടെ അങ്ങ് വീണതും കെട്ടുപോയി. ഇത് കണ്ടപ്പോൾ എല്ലാവർക്കും ആകെ ടെൻഷനായി. പെട്ടെന്ന് ദേവയാനി തിരുമേനി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഭയക്കണ്ട, ജലത്തിൽ വിളക്കൊഴുക്കുമ്പോൾ അത് കെട്ടുപോയാൽ ഭയക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. അപ്പോഴേക്കും ആ ഒരു ഇതിൽ ഇങ്ങനെ അവർ അടുത്തത് ചെയ്യുന്നു. അങ്ങനെ ഓരോന്ന് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആ തിരുമേനി പറഞ്ഞതുപോലെ തന്നെ സംഭവങ്ങളെല്ലാം അതായി. അതിനുശേഷം രണ്ടാമത് ഇതിങ്ങനെ ഒഴുക്കി വിടുന്നു. ആ സമയം ഇത് ഒഴുകി അങ്ങ് പോയി. പിന്നെ എന്തായാലും ആ ചരടും അതിൻ്റെ ഇതെല്ലാം നടന്നു. ഇവർക്കും വളരെ സന്തോഷമായി. അപ്പോൾ ഈ അനിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ നയന ആദർശനോട് പറഞ്ഞു, എനിക്ക് എന്താ പറ്റിയത്, ഒരു ഉഷാറില്ലല്ലോ എന്ന്. അത് അവളെ കെട്ടിക്കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് മാറിക്കോളും എന്ന് ആദർശ് നയനയോട് പറയുക. അവന് പറ്റിയ പെൺകുട്ടി തന്നെ അനാമിക, ആ കാര്യത്തിൽ അവൻ ഭാഗ്യവാനാണെന്നൊക്കെ പറയുമ്പോൾ ആ ഭാഗ്യമില്ലാത്തത് നമുക്കാണല്ലോ എന്ന് നയന ആദർശനോട് പറഞ്ഞപ്പം നമുക്കല്ല എനിക്കാണ് എന്ന് ആദർശ് നയനയോട്. പൂജയൊക്കെ നന്നായിട്ട് തന്നെയാണ് നടന്നത്, പക്ഷെ അതിന് ശേഷവും സ്വഭാവത്തിനൊരു മാറ്റം ഇല്ലല്ലോ എന്ന് നയന പറഞ്ഞപ്പം അതുപോലെ തന്നെയാ ഇപ്പോഴും എനിക്ക് പൂജയിലൊന്നും വിശ്വസിക്കാൻ കഴിയാത്തത് തന്നെ എന്നും പറഞ്ഞ് ആദർശ് ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ചടങ്ങെല്ലാം പൂർത്തി ആക്കി കഴിഞ്ഞപ്പോൾ നിശ്ചയമില്ലാത്ത കല്യാണമാണ്. എങ്കിലും ഇപ്പോൾ ഏതാണ്ട് നിശ്ചയം കഴിഞ്ഞതുപോലെ ആയി എന്ന് ദേവയാനി അങ്ങനെ നമ്മുടെ അനാമികയോടൊക്കെ പറയുന്നു. ആ ചരട് അഴിഞ്ഞു പോകാതെ നോക്കിക്കോളണേ മോളെ എന്ന് പറഞ്ഞപ്പോൾ ശരി വല്യമ്മ എന്നും പറഞ്ഞുകൊണ്ട് അനാമിക നിൽക്കുന്നു. ഇനി ക്ഷേത്രത്തിൻ്റെ കൊടിമര ചുവട്ടിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവർ തമ്മിലുള്ള, അതായത് നയനയും ആദർശം തമ്മിലുള്ള ഐക്യത്തെ പറ്റിയും ഒക്കെ ഈ തിരുമേനി അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നു. കാരണം അവരുടെ ദീപം അങ്ങനെ തന്നെ ജ്വലിച്ച് നിൽക്കാം. അത് കണ്ടപ്പം എന്തൊക്കെ പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായാലും അതൊക്കെ മുറി കൂടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിരുമേനി പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കൊടിമര ചുവട്ടിൽ എന്തോ വഴിപാടോ കാര്യങ്ങളൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നു. അതിനുശേഷം അവിടെ ദീപം കൊളുത്തിക്കുന്നു. അങ്ങനെ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം എന്തൊക്കെ നമ്മൾ ചെയ്തിട്ടും ജീവിതത്തിൽ ഇവൾക്കൊരു പരാജയവും വരുന്നില്ലല്ലോ എന്ന് ജലജ മോനോട് പറയാം. നീ ഇവളും കൂടിയാണ് അത് കത്തിച്ചതെങ്കിൽ അതിപ്പോൾ കരിന്തിരി കത്തിയാനേന്ന് പറയുക. അപ്പോൾ അമ്മ കത്തിച്ചാലും അങ്ങനെ തന്നെ ആകട്ടോ എന്ന് മകൻ അമ്മയോടും അന്നേരം പറഞ്ഞു. അമ്മയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അമ്മ ഇങ്ങനെ എന്ന് പറഞ്ഞു ഇങ്ങനെ നിൽക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അനിയോടും അനാമികയോടും കത്തിക്കാൻ പറഞ്ഞു. അങ്ങനെ അവരാദ്യം അത് കത്തിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അത് കെട്ടുപോയി. അത് കെട്ടുപോയി കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇവർക്ക് ടെൻഷനായി. ഇതെന്താ കത്താത്തേന്നുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കാം. എൻ്റെ ദൈവമേ, ഇവരുടെ ജീവിതം കരിഞ്ഞു പോകത്തേ ഉള്ളൂ എന്ന് ജലജ അന്നേരം അഭിയോട് പറയാം. അങ്ങനെ എന്തായാലും ആ ഒരു കാര്യത്തിൽ പ്രശ്നമാണെന്നുള്ളത് മനസ്സിലായി. എന്തിനും ആദ്യം ഒരു തടസ്സം, ആ തടസ്സമാണ് മുന്നിൽ ആദ്യം വരുന്നത്. അപ്പോൾ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ടെന്നും ഒരു ജ്യോത്സ്യനെ കൊണ്ട് പ്രശ്നം വെപ്പിച്ചിട്ട് അദ്ദേഹം പറയുന്ന പരിഹാരമൊക്കെ ചെയ്യണമെന്ന് തിരുമേനി അന്നേരം ഇവരുടെ കാര്യത്തിൽ പറഞ്ഞു. അപ്പോൾ അതെല്ലാം ഇങ്ങനെ ആദ്യം ഒന്ന് തടസ്സം വന്നിട്ടാണ് നടക്കുന്നത്. ഇത് കണ്ടില്ലേ, മൂത്ത മോനും ഭാര്യയും ചേർന്ന് കത്തിച്ച ദീപം തെളിമയോടെ തന്നെയാണ് കത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യം പറഞ്ഞപ്പോൾ ദേവയാനി ഇങ്ങനെ പുച്ഛഭാവത്തോടെ നോക്കുക. അത് അവർ തമ്മിലുള്ള ഐക്യത്തെയാണ് കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ദേവയാനിയുടെ മുന്നിൽ വെച്ച് തന്നെ നയനയെക്കുറിച്ചുള്ള ആ ഒരു വലിയ കാര്യം ആ തിരുമേനി പറയുക. അങ്ങനെ ആദർശം അതിൽ പെട്ടുപോകുന്ന ആ ഒരു ഇത്, അങ്ങനെ അവരുടെ സന്തോഷമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവളിങ്ങനെ ആ വീട്ടിൽ പടർന്ന് കയറിയാൽ നമ്മളൊക്കെ ശ്വാസം മുട്ടി മരിക്കുവേടാ എന്ന് ജലജ അഭിയോട് പറയണം. അങ്ങനെ ആ ഒരു സന്തോഷത്തോടു കൂടിയുള്ള കാര്യങ്ങൾ തിരുമേനി പറയുന്നത് കേട്ടപ്പോൾ നയനയ്ക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷെ ദേവയാനിക്ക് അത് ഒട്ടും ദഹിച്ചില്ല.
പിന്നെ മൂർത്തി സാറ് വിളിച്ചപ്പോൾ പറഞ്ഞു രണ്ടാമത്തെ കൊച്ചുമോൻ്റെ ഭാര്യ വിശേഷം അറിയിച്ചെന്നും മൂത്ത കൊച്ചുമോൻ്റെ ഭാര്യയ്ക്ക് അതിനുള്ള ഭാഗ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും എല്ലാവരും എനിക്കൊപ്പം വരിക എന്നും പറഞ്ഞുകൊണ്ട് തിരുമേനി ഇവരെ വിളിച്ചോണ്ട് പോണു, അതും നമുക്ക് നോക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിച്ചോണ്ട് പോയി. ഇതേ ഒരു മരത്തിൽ തൊട്ടിൽ കെട്ടൽ അങ്ങനെയൊക്കെയുള്ളതൊക്കെ ചേർക്കാം. അങ്ങനെ ആ തിരുമേനി അതെല്ലാം ഇവരെ കൊണ്ട് ചെയ്യിക്കുക. അപ്പോൾ 2 തൊട്ടിലായിക്കോട്ടെ, 2 തൊട്ടിൽ കെട്ടിക്കോളാൻ പറഞ്ഞ് അങ്ങനെ ദേ നമ്മുടെ ആദർശിനെ കൊണ്ടും നയനയെ കൊണ്ടും ആ തിരുമേനി അവിടെ ആലിൽ ആ ഒരു തൊട്ടിൽ വരെ കെട്ടിച്ചു. ഇതൊക്കെ കണ്ട ദേവയാനിക്ക് ഒട്ടും സുഖിക്കുന്നില്ല. അപ്പോൾ ഈ സമയത്ത് പൂജാരിയോട് ഞാൻ പറയട്ടെ, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ നമ്മൾ ബെഡ്റൂമിൽ എങ്ങനെയാണ് കഴിയുന്നത് എന്നുള്ളതെന്ന് പറഞ്ഞപ്പം പോയി എല്ലാം പറഞ്ഞു കൊടുക്കാൻ ആദർശ നയനയോട്. പൂജാരിയോട് മാത്രം വേണ്ട, നമുക്ക് ചുറ്റുമുള്ള എല്ലാവരോടും നീ ചെന്ന് ഉറക്കെ വിളിച്ചു പറയാൻ ആദർശ അന്നേരം പറഞ്ഞു. എനിക്കെൻ്റെ സങ്കടങ്ങളെ ഒരാളോട് മാത്രമേ പറയാനുള്ളൂ. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവങ്ങളോട് ഞാൻ എന്നും പറയുന്നുണ്ട് എൻ്റെ സങ്കടങ്ങളെ, എൻ്റെ ഭർത്താവിൻ്റെ ഈ സ്വഭാവം ഒന്ന് മാറ്റി തരണേന്ന്. അതൊക്കെ കേട്ട് ആദർശം ഇങ്ങനെ നോക്കാം. അപ്പോൾ ഒരു മുറിയിൽ 2ആയിട്ടാണ് എൻ്റെ മോളും മരുമോനും കഴിയുന്നത്. പിന്നെ എങ്ങനെ അവർക്കൊരു കുഞ്ഞും ജനിക്കും? ദൈവങ്ങൾ ആദർശമോൻ്റെ മനസ്സ് മാറ്റട്ടെ എന്ന് കനക അവിടെ നിന്ന് പ്രാർത്ഥിക്കുക. ഈ സമയത്ത് ഇത് കെട്ടിയിട്ട് അമ്മയുടെ നേരെ നോക്കി കണ്ണ് നിറയ്ക്കുന്നു മോള്. അതുപോലെ തന്നെ മകളും കണ്ണ് നിറയ്ക്കുന്നു, അമ്മയും കണ്ണ് നിറയ്ക്കുന്നു. ഈ സമയത്ത് രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് ഈ ആലിന് ചുറ്റും വലം വെക്കാനായിട്ട് തിരുമേനി പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നടക്കുന്നു. നയനയ്ക്ക് ഭയങ്കര സന്തോഷം. ആദർശന് അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഇതൊക്കെ കണ്ട് അവൾക്ക് എന്തായാലും ഭാഗ്യം കൊണ്ട് ഇനി ഇത്രയും കാലമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായില്ല, പിന്നെ ഇനി ആലിനെ വലം വെച്ച് കുട്ടികൾ ഉണ്ടാകാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവർ തമ്മിൽ ഇങ്ങനെ കുറ്റവും ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ജലജയുടെ തലയിലേക്ക് എന്തോ വീണു. അപ്പോൾ എന്തോ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ ആലൊന്ന് ചതിച്ചതാണെന്ന് ജലജ പറയാം. അപ്പോഴേക്കും കനകത്തിനൊക്കെ ചിരി വന്നേ അവിടെ നിന്ന് ചിരിക്കുന്നു. സാരമില്ല, ആലിൻ്റെ കൊമ്പ് ഒടിഞ്ഞ് തലയിൽ വീഴുന്നത് നല്ലതാണെന്ന് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം വായിച്ചത് ശരിയല്ലെന്നും മനുഷ്യനും മരങ്ങൾ മനഃപൂർവ്വം ചതിക്കില്ല എന്നും തിരുമേനി ജലജയോട് പറയണം. ജലജയ്ക്ക് കിട്ടിയൊരു പണി എന്തൊക്കെയോ ദോഷങ്ങളുണ്ട് എന്ന് ആ തിരുമേനി പറയുവാട്ടോ. മനസ്സ് അത്രക്കങ്ങ് ശുദ്ധമല്ലല്ലേ എന്ന് ചോദിച്ചു. അതൊക്കെ കേട്ടപ്പം കനകത്തിന് സന്തോഷം. അതൊക്കെ ഒന്ന് മാറ്റിയാൽ നിങ്ങൾക്ക് തന്നെ നന്നായിരിക്കും എന്നും പറഞ്ഞു. പിന്നെ നിങ്ങളുടെ മകനെക്കുറിച്ചും മരുമകളെക്കുറിച്ചും ഒക്കെ മൂർത്തി സാർ എന്നോട് പറഞ്ഞിരുന്നു, കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഇനിയെങ്കിലും സൗമ്യമായി മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ ജീവിക്കാം, മനസ്സിലായോ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു ജലജയോട്. അത് കഴിഞ്ഞ് അവിടുത്തെ ചടങ്ങുകളെല്ലാം പൂർത്തിയായി. ഇതെല്ലാം കഴിഞ്ഞ് അവരിങ്ങനെ പോരുന്നു. ഈ സമയത്ത് നമ്മുടെ നവ്യ അവിടെ ഇരുന്ന് ഫോണിൽ ആരോടോ സംസാരിക്കുക. ആ സമയം കുഞ്ഞെങ്ങാനും വളർന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഒന്നും നടക്കില്ല, അതുകൊണ്ട് ആ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമെന്നും പറഞ്ഞുകൊണ്ട് അബി അവിടെ ഇരുന്ന് ചിന്തിക്കാം. ഈ സമയത്താണ് നവ്യ അതിലെ ഫോണും വിളിച്ച് നടന്നു വരുന്നത്. ഇങ്ങനെ ചുറ്റിനും നോക്കും അബി, ഇവൾക്കിട്ട് എന്താ പണി കൊടുക്കണ്ടേന്ന്. അപ്പോഴാണ് എണ്ണയുടെ കാര്യം ഓർത്തത്. അമ്പലമാണല്ലോ, ചുറ്റിനും ഓരോ ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പം അവിടെ ഇരുന്നൊരു എണ്ണ എടുത്ത് നവ്യ നടന്നു വരുന്ന വഴിയിൽ ഈ എണ്ണ ഇവനങ്ങ് ഒഴിച്ചു. നവ്യ ഇതൊന്നും അറിയാതെ നടന്നു വരുമോ. പെട്ടെന്നാണ് നവ്യ തെന്നി അങ്ങ് പോയത്. നവ്യ തെന്നി അങ്ങ് പോകുമ്പോഴേക്കും ഓടി വന്ന് നമ്മുടെ ദേവയാനി പിടിച്ചു. അപ്പോൾ ഈ സമയത്ത് സൂക്ഷിച്ച് നടക്കണ്ടേ എന്നൊക്കെ ദേവയാനി വഴുകുരാം. അപ്പോൾ ഇവിടെ എണ്ണ കിടന്നത് ഞാൻ കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ പറയാം. അവളെ രക്ഷിക്കാൻ ആരെങ്കിലും എത്തുമല്ലോ എന്ന് മാറി നിന്ന് അഭി ചിന്തിക്കാം. അപ്പോഴേക്കും നമ്മുടെ നയനയ്ക്ക് കാര്യം മനസ്സിലായി. തൊട്ടപ്പുറം നിന്ന് അഭി ഇങ്ങനത്തൊക്കെ നോക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നയന ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴേക്കും ഇവനൊന്നും അറിയാത്തതുപോലെ ഓടി വരുക. എന്ത് പറ്റി നവ്യ, എന്ത് പറ്റിയെന്നും ചോദിച്ചാൽ ഇപ്പോൾ ഇവള് കാല് തന്നെ വീഴേണ്ടതായിരുന്നു, ഞാൻ പിടിച്ചില്ലായിരുന്നെങ്കിലേ വയറ്റിൽ ശൂലം കുത്തി കയറിയാനേന്ന് പറഞ്ഞു. അപ്പം അതാ ഞാൻ പറഞ്ഞത്, ഇവരും ചില പൂജകളൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ളത് നമ്മുടെ തിരുമേനി അന്നേരം പറഞ്ഞു. എന്ന് പറഞ്ഞ് നിൽക്കുവാട്ടോ അഭി. ഈ കുട്ടിയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് ജനിക്കുന്നതിൽ ചിലർക്കൊക്കെ അമർഷമുണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ദോഷം മാറ്റാൻ ചില പൂജകൾ നടത്തണമെന്ന് പറഞ്ഞു. അപ്പം അത് തിരുമേനി പറഞ്ഞത് ശരിയാണെന്ന് ആദർശം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, ആ കുഞ്ഞിൻ്റെ അച്ഛനും അല്ലെങ്കിൽ അച്ഛമ്മയും പൂജയൊക്കെ ചെയ്യട്ടെ. ദേവീ കോപം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അതുകൊണ്ട് ഭർത്താവും അമ്മായിയമ്മയും ഈ കർമ്മങ്ങളൊക്കെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഈശ്വര, ഇനി എന്ത് ബാധയാണ് ഇയാൾ പറയാൻ പോകുന്നത് എന്ന് ജലജ അവിടെ നിന്നിങ്ങനെ പറയാം. എത്ര കഠിനമായ പൂജയായാലും അത് കുടുംബത്തിനും ദാമ്പത്യത്തിനും ഒക്കെ നല്ലതാണെന്നും ഭയഭക്തിയോടെ അത് നിങ്ങൾ ചെയ്യണമെന്നും അതുപോലെ നടക്കാൻ പോകുന്ന ബന്ധത്തിനും ചില തടസ്സങ്ങൾ ഉണ്ടെന്നും ആ തിരുമേനി പറയാം. ചില പ്രാക്കുകൾ നിലനിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇങ്ങനെ അനാമികയുടെ അമ്മയൊക്കെ ഇങ്ങനെ നോക്കുക, ഇതെന്ത് ഈ പറയുന്നതെന്ന്. അപ്പം നന്ദുവിൻ്റെ വേദനയായിരിക്കും അതിനൊക്കെ കാരണമെന്ന് അനി ചിന്തിക്കുന്നു. അതിനുള്ള പ്രതിവിധി നിത്യ പ്രാർത്ഥനയാണെന്നും കഴിയുന്നത് പോലെ ദേവിയെ വന്ന് കാണണം, പ്രത്യേകിച്ച് വിവാഹം കഴിക്കുന്നവരെങ്കിലും അതൊക്കെ ചെയ്യണം എന്നൊക്കെ തിരുമേനി ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷം ഇവരുടെ പൂജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ഒരു ചേച്ചി ഇങ്ങനെ തുള്ളി ഉറഞ്ഞ് അതിലെ വന്നു. മോനോടാ പറഞ്ഞത്, വളരെ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയോട് ആ ചേച്ചി തുള്ളി ഉറഞ്ഞു വരുന്നു. അപ്പോൾ
അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോഴേക്കും മക്കളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തുള്ളി ഉറഞ്ഞ ചേച്ചി വന്ന് പറഞ്ഞു. കല്യാണം നടന്നിട്ടില്ലല്ലേ, നടത്തുന്നതിന് മുൻപ് 100 വട്ടം ആലോചിക്കണം. അതൊക്കെ ഇങ്ങനെ അമ്മ പറയാ. മോനോട് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അനിയോട് ഇതെല്ലാം ഇങ്ങനെ മാറ്റി മാറ്റി പറയാ കേട്ടോ ഈ വന്നവര്. അപ്പൊ എല്ലാവരും പേടിക്കുക. അപ്പൊ ഭാര്യ അങ്ങോട്ട് പിടിക്കുന്നില്ലല്ലേ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ആദർശിനോടും ചോദിക്കുന്നു. ദേ മഹാലക്ഷ്മി അരികിൽ നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നയനയെക്കുറിച്ച് ഇങ്ങനെ പറയാം. അങ്ങനെ മനുഷ്യൽ പ്രതിഷ്ഠിക്കാൻ പറ്റുന്നില്ലല്ലേ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ദേവി തുള്ളി ഉറഞ്ഞു വന്നാണ് നയനെക്കുറിച്ചുള്ള ആ സത്യം പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ കേട്ടിട്ട് ഞെട്ടി നിൽക്കി വരും. ദേവിയെ പ്രതിഷ്ഠിക്കുന്നത് പോലെ പ്രതിഷ്ഠിച്ചോണം, അതാണ് നിനക്ക് നല്ലത്. അമ്മായിമ്മ കൂടെയുള്ള മരുമകളെ മനസ്സിലാക്കണം, ഇത് ദേവിയുടെ അരുളപ്പാടാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ തുള്ളി ഉറഞ്ഞ ചേച്ചി ഇതെല്ലാം പറഞ്ഞു. കാളകൂടെ വിഷം പുറത്തു കളയാൻ സമയമായില്ലേ, ഇന്ന് പറയുന്ന പൂജയൊക്കെ ഭയഭക്തി ബഹുമാനത്തോടെ ചെയ്തോളണം, എങ്കിലും ദോഷങ്ങൾ അകലുമെന്ന് തോന്നണില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു പരിധിവരെ ശമനം കിട്ടുമെന്നേ ഉള്ളൂ, എങ്കിലും അത് ചെയ്യാതിരിക്കരുത്, പറഞ്ഞില്ലെന്ന് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ആ ചേച്ചി ഇങ്ങനെ തുള്ളി ഉറഞ്ഞ് അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പം എല്ലാവരും ദേവിയുടെ അരുളപ്പാട് കേൾക്കണമെന്നൊക്കെ പറഞ്ഞ് തിരുമേനി പറഞ്ഞു. അതിനനുസരിച്ച് അവരുടെ പൂജയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. അതിൽ മെയിനായിട്ട് ഇരിക്കുന്നത് നമ്മുടെ അഭിയും ജലജയുമാണ്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. അതുപോലെ കനകം നല്ല ഭംഗിയായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇവരെയാണ് വെള്ളം ഒഴിച്ച് കുളിപ്പിക്കുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് നവ്യയ്ക്കും ഭയങ്കര സന്തോഷം. തണുത്ത മരവിച്ച വെള്ളമൊക്കെ ഒഴിച്ച് രണ്ടുപേരെയും കുളിപ്പിക്കുക. കനകത്തിൻ്റെ പ്രാർത്ഥന കണ്ട് നവ്യയ്ക്കും നയനയ്ക്കും ഒക്കെ ചിരി വരുവാണ്. കാരണം ഇവർക്കിട്ട് പണി കിട്ടുന്നതും കൂടി ആകുമ്പോൾ കനകത്തിന് ഭയങ്കര സന്തോഷമായിട്ട് മാറുന്നു. അപ്പം അങ്ങനെ ആ ഒരു ഇതല്ല. അപ്പം ഇത് ഇനി 3 പ്രാവശ്യം തേങ്ങ 3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി വരിഞ്ഞ് വന്ന് തലക്കടിക്കണം എന്നിങ്ങനെ പറഞ്ഞു. നടക്കടിക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ നടക്കടിക്കണം എന്ന് പറഞ്ഞ് കനകം ചെയ്തത് തലക്കടിക്കണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ജലജയുടെ തലക്കെട്ട് ഒരൊറ്റ അടി വെച്ചു കൊടുത്തു. അപ്പോഴേക്കും അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അഭി ഒരു വിളി. പിന്നെ നമ്മുടെ കനകത്തിൻ്റെ അടി കൊണ്ട് ജലജ അവിടെ ബോധം കെട്ട് വീഴുന്നു. അങ്ങനെ ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ഒരുപാട് കാര്യങ്ങളുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ പത്രമാറ്റം എത്തിയിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്, എല്ലാവരും കാത്തിരുന്ന് കാണണം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും 1000 നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.